ഈ വേനൽ പെരുമഴയിൽ 2 മണിക്കൂർ മാത്രം പെയ്ത മഴയിൽ കൊച്ചി നഗരത്തിലെ പല റോഡുകളും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. MG റോഡിലും KSRTC ബസ് സ്റ്റാൻഡിലും കടവന്ത്രയിലുമെല്ലാം വലിയ വെള്ളക്കെട്ടാണ് സന്ധ്യയോടുകൂടി രൂപപ്പെട്ടത്. MG റോഡിലെ കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറി. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡും വെള്ളത്തിനടിയിലായി. കനത്ത മഴയിൽ പുത്തൻകുരിശ് MGM സ്കൂളിന്റെ മതിൽ തകർന്നു വീണതടക്കം നിരവധി അനിഷ്ട സംഭവങ്ങളുണ്ടായി. 5 മണി മുതൽ ആരംഭിച്ച കനത്ത മഴയിലാണ് MG റോഡ് അടക്കമുള്ള എറണാകുളം ജില്ലയിലെ പലയിടങ്ങളും വെള്ളത്തിനടിയിലായിട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് MG റോഡാണ്. അവിടെ വെള്ളക്കെട്ടുക ഇതേപോലെ തന്നെ തുടരുകയാണ്. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവും കനാൽ നവീകരണവും ഒക്കെ നടത്തിയെന്ന് അവകാശപ്പെടുന്ന കൊച്ചി നഗരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ഇതാ കാണുന്നത്. പകർച്ചവ്യാധികൾക്കെതിരെ ജനങ്ങൾ മുൻകരുതലെടുക്കണമെന്ന് ആരോഗ്യ വകുപ്പ് പറയുമ്പോൾ ഈ അഴുക്ക് വെള്ളത്തിലൂടെ വേണം ഞാൻ ഉൾപ്പെടെയുള്ള കൊച്ചിക്കാർ നടന്നു പോകേണ്ടത്. ഫുൾ വെള്ളമാണെന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ കളക്ടറോടാണെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല. പിന്നെ ഫുൾ ഒരു 2-3 ബസ് പോയാൽ തന്നെ ഫുൾ വെള്ളം ഞങ്ങൾക്ക് ഇതിലേക്ക് കയറും. കാല് ചൊറിച്ചിലാവും, വെള്ളം കടി, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂ എല്ലാം ഉണ്ടാവാറുണ്ട് ഇതുമൂലം. ഇതാ റോഡ് കണ്ടോ, പുഴ പോലെ കൊച്ചി നഗരത്തിലെ റോഡുകൾ ഇങ്ങനെ കിടക്കുകയാണ്. MG റോഡ്, KSRTC റോഡ് പരിസരം, പാലാരിവട്ടത്തിൻ്റെ ഉൾവഴികൾ, കലൂർ ആസാദ് റോഡൊക്കെ ഒരു പുഴ കണക്കിന്, ഒരു കുളം കണക്കിന് ഇങ്ങനെ കുളമായി കൊച്ചി നഗരത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടയ്ക്കകത്ത് കയറിയ വെള്ളം പുറത്തേക്ക് മാറ്റുന്ന ഒരു ഗതികേടാണ് വ്യാപാരികൾക്ക് ഇത്തവണയും പറയാനുള്ളത്. ഇത്തവണ ഇതിപ്പോൾ വെള്ളം കുറഞ്ഞതാണോ? ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ പുലർച്ചെയൊക്കെ പെയ്താൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരുന്നാണ്. ഈ സമയത്ത് പെയ്തുകൊണ്ട് നമുക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റിയിരുന്നു. ഈ റോഡൊക്കെ ബ്രേക്ക് ത്രൂ ഉൾപ്പെടുത്തി വൃത്തിയാക്കിയതാണ്, കാനകളെന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ടും ഈ ഗതിയാണോ? എല്ലാ വർഷവും ഇത് പറയുന്നുണ്ട്, പക്ഷേ മഴ വന്നാൽ കടക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കടയിലെ ആളുകൾ വീട്ടിൽ പോലും പോകാതെ വെള്ളം പുറത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 5 മണി മുതൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാ സമീപത്തെ കടകളിലേക്കൊക്കെ സ്ഥിരം നന്നാക്കാന്ന് പറയും, നന്നാക്കൂല. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഒരു കൗൺസിലർമാർ വേണ്ടപ്പെട്ടവർ ആരും തിരിഞ്ഞു നോക്കാറില്ല. അത് കടയുടെ അകത്ത് മുഴുവൻ വെള്ളത്തിലാണ്. താഴെ നിന്നുള്ള ചെരുപ്പുകളൊക്കെ എടുത്ത് വ്യാപാരികൾ മുകളിലേക്ക് വെക്കുന്നു. ഈ കട തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് സാധനങ്ങൾക്ക് കേടുപാടുണ്ടായിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നത്. അയ്യോ, എന്താ അവസ്ഥ നോക്കി, ഒരു രക്ഷയില്ല. ചെല്ലുമ്പോൾ ഇനി ഡെറ്റോളാക്കിയിട്ട് എങ്ങനെ കുളിച്ചാൽ മതി എന്നറിയില്ല. ഇത് എന്ത് വെള്ളമാണ് അവസ്ഥ, ഇത് ശോകമാണ്. അയ്യോ കഷ്ടപ്പാടാണ്, കണ്ടില്ലേ? ടയർ മൊത്തം മുങ്ങിക്കണേണ്. കഷ്ടപ്പാടാണ്. സൈലൻസറിലോട്ടൊക്കെ വെള്ളം കയറണേ കൂടി കാരണം. KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്തെ റോഡും തോടും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുക്കുവെള്ളത്തിൽ മുങ്ങി. എല്ലായിടം വെള്ളക്കെട്ടാണ്. ഈ പുല്ലേപ്പടി ഭാഗത്ത് എല്ലായിടം വെള്ളക്കെട്ട് കിടക്കും. KSRTC സ്റ്റാൻഡ് എന്താ അവസ്ഥ? ഇതുപോലെ തന്നെ വെള്ളം നിറഞ്ഞിടക്കിയാണ്. കലൂർ ആസാദ് റോഡിൽ ആസാദ് റോഡിന്റെ വഴികളിൽ ഭൂരിഭാഗം ഇടങ്ങളിലും വെള്ളം കയറിയ സ്ഥിതിയിലാണ്. ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഈ ഏരിയ എപ്പോഴും വെള്ളമുള്ള സ്ഥലം തന്നെയാണത്. ഒരു രക്ഷയില്ല. ഇവിടുത്തെ സർക്കാരിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. കാനകളും വൃത്തിയാക്കിയിട്ടില്ല, ഒന്നുമില്ല. എന്ത് വെള്ളക്കെട്ടാണ് ഇവിടെ ഇല്ലേ? നിങ്ങൾ കണ്ടില്ലേ? ഒരു 1/2 കിലോമീറ്ററാണ് വണ്ടി തള്ളിക്കൊണ്ടുവരുന്നത്. വണ്ടി ഓഫായത് മുട്ടിനൊപ്പം മേലെ വെള്ളമുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലും ദുരിത കാഴ്ച തന്നെ. ഇൻഫോ പാർക്ക് റോഡിലും കെട്ടിടത്തിനകത്തും വെള്ളം ഇരച്ചു കയറി. പകർച്ചപ്പനിയുടെ ഭീതിയിൽ നിൽക്കുന്ന കേരളത്തിൽ ഈ വെള്ളക്കെട്ട് തിരുവനന്തപുരത്തിന് സമാനമായി തന്നെ കൊച്ചിയിലെ ജനങ്ങളെയും ആശങ്കയിലാക്കുകയാണ്. എങ്ങനെ ഈ മഴക്കാലം കഴിഞ്ഞുകൂട്ടും? ചെറിയൊരു മഴ, ചെറുതല്ല, ആദ്യം പെയ്ത 2 മണിക്കൂർ നീണ്ട മഴയിൽ തന്നെ ഇങ്ങനെയായെങ്കിൽ ഇനി അതിശക്തമായ മഴ വരുമ്പോൾ എന്തായിരിക്കും ഗതി എന്ന ആശങ്കയാണ് ഓരോ കൊച്ചിക്കാരും പങ്കുവെക്കുന്നത്. എന്തായാലും എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്? കനാൽ നവീകരണവും ഒക്കെ നടന്നിട്ടുണ്ടോ എന്നതാണ് ഉയർന്ന ചോദ്യം. എന്തായാലും അക്കാര്യത്തിൽ ഇനി അധികൃതർ തന്നെ മറുപടി പറയേണ്ടി വരും. കൊച്ചിയിലെ ആളുകൾ നടന്നു പോകുന്ന റോഡ് പുഴ പോലെ ഇങ്ങനെ അഴുക്ക് ജലം കൊണ്ട് നിറഞ്ഞ് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്
MG റോഡിലുള്ളത്. ക്യാമറമാൻ വേണുവിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്. ഈ പറഞ്ഞതുപോലെ 2 മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും കൊച്ചി നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ്, സ്ഥിതിയാണ് അവിടെ പലയിടത്തും. ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു എന്നാണ് റിയ നൽകുന്ന വിവരം. എലിപ്പനി ഉൾപ്പെടെ പകർച്ചവ്യാധി ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് KSRTC സ്റ്റാൻഡും MG റോഡും ഉൾപ്പെടെ ഇങ്ങനെ ചെടിക്കുളമായിരിക്കുന്നത്. തത്സമയം നമുക്ക് റിയ ബേബി ചേരുന്നത്. റിയ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അപകടകരമായ സാഹചര്യത്തിലാണ് റിയ അടക്കം ജോലി ചെയ്യുന്നത്. ജോലിക്ക് വന്ന ആളുകൾ മടങ്ങുന്നത്. ഈ എലിപ്പനി മരണമൊക്കെ സമീപ മാസത്ത്, ഈ സമീപ ദിവസങ്ങളിൽ അത് അതിൻ്റെ റേഷ്യോ അല്പം കൂടി വരികയാണ് എന്ന ആശങ്കയൊക്കെ നിൽക്കുന്നതിനിടയിലാണ് കൊച്ചി പോലെ പ്രധാനപ്പെട്ട ആയിരങ്ങൾ ഓരോ ദിവസവും വന്നു പോകുന്ന നഗരത്തിൽ ഈ ദുസ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? അഞ്ചു മണിക്ക് തുടങ്ങിയ മഴയാണ് കൊച്ചി നഗരത്തിൽ. അത് 7 മണിയായപ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞു. പക്ഷേ ഈ 3 മണിക്കൂർ പിന്നിട്ടിട്ടും വെള്ളക്കെട്ടിന് ഒരു മാറ്റവുമില്ല. ആസാദ് റോഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൊച്ചിയിലെ പല ഇടറോഡുകളിലും, ചുറ്റൂർ റോഡ് അടക്കമുള്ള KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം അടക്കമുള്ള ഈ കാണുന്ന പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കോർപ്പറേഷൻ ഇതിനൊരു പ്രതിവിധിയായി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ മോട്ടോറുകൾ വെച്ച് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ മോട്ടോറുകൾ കൊണ്ടുവന്ന് ഈ വെള്ളം ഇവിടെ നിന്ന് പമ്പ് ചെയ്ത കനാലിലേക്കും മറ്റും റോഡിലേക്കും മറ്റും ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത്തരത്തിലൊരു അടിയന്തര ഇടപെടലാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഈ 3 മണിക്കൂർ പിന്നിട്ടിട്ടും വെള്ളം റോഡുകളിൽ നിന്ന് ഇറങ്ങാത്തൊരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്. ആളുകൾക്ക് നടന്നും വാഹനത്തിലൂടെയും ഒക്കെ പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ റോഡിൻ്റെ അറ്റത്തേക്കൊക്കെ വലിയ രീതിയിൽ ഇതിലും കൂടുതൽ ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാണുന്നത് പോലെ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള നീക്കമാണ് കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. MG റോഡിലും KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും സമാനമായി തന്നെ മോട്ടോറുകൾ സ്ഥാപിച്ച് വെള്ളം നീക്കിയ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. രാത്രി മഴ കനക്കുമെന്നാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അതിവേഗം മോട്ടോറുകൾ എത്തിച്ച് വെള്ളം നീക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലും കൂടുതൽ മഴ രാത്രി പെയ്താൽ എന്ത് രീതിയിലായിരിക്കും വെള്ളക്കെട്ട് വീഴുക എന്നുള്ളതാണ് വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, MG റോഡ്, ചുറ്റൂർ റോഡ്, അതോടൊപ്പം തന്നെ കടവന്ത്ര, പശ്ചിമ കൊച്ചിയിലെ പല റോഡുകൾ, തൃപ്പൂണിത്തുറ, കക്കരാടി ഇൻഫോ പാർക്ക് അടക്കമുള്ള എല്ലാ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇൻഫോ പാർക്കിൽ കെട്ടിടത്തിനകത്തേക്കൊക്കെ വെള്ളം കയറി അവിടെ നിന്ന് വെള്ളം മാറ്റുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും കൊച്ചി നഗരത്തിൽ മാത്രമല്ല കാക്കനാട് അടക്കമുള്ള എല്ലാ മേഖലയിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. ആദ്യം പെയ്ത മഴയിൽ 2 മണിക്കൂറോളം പെയ്തപ്പോൾ തന്നെ പലയിടത്തും വെള്ളക്കെട്ട് അതിരൂക്ഷമായി. 2 മണിക്കൂർ പെയ്തപ്പോഴേക്കും നഗരത്തിൻ്റെ ദുസ്ഥിതി ഇങ്ങനെയാണ്. ആ വിവരമാണ് റിയ ബേബി ഇപ്പോൾ തത്സമയം നൽകുന്നത്. രാത്രിയും വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്.